بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. നീതി നിദർശനങ്ങളുടെ ഇസ്ലാം എന്ന വിഷയത്തെ അധികരണം നടത്തി ചില വിചാരപ്പെടലുകൾ നടത്താനാണ് ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുചാരത്ത് ഒരു സ്വഹാബി വര്യൻ ഇരിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ചെറിയ മകൻ ആ സ്വഹാബി വര്യന്റെ അടുക്കലേക്ക് കടന്നു വന്ന മാത്രയിൽ അദ്ദേഹം ആ കുട്ടിയെ വാരിപ്പുണർന്ന് ഉമ്മ വെച്ച് അദ്ദേഹത്തിന്റെ മടിത്തട്ടിലിരുത്തി. അല്പസമയം കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ തന്നെ മകളും കൂടി ആ സന്നിധാനത്തിലേക്ക് കടന്നു വരികയാണ്, അദ്ദേഹത്തിന്റെ അരികിലേക്ക് എത്തുകയാണ്. ആ സമയത്ത് അദ്ദേഹം ആ കുട്ടിയെയും ഉമ്മ വെച്ചു അദ്ദേഹത്തിന്റെ തൊട്ടടുത്തുള്ള തറയിലിരുത്തി. ഇത് കണ്ടയുടനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബി വര്യനോട് പറഞ്ഞു, ലം തഅദിൽ, നിങ്ങൾ നീതി പുലർത്തിയിട്ടില്ല. നിങ്ങൾ ആൺകുട്ടിയെ മടിയിലിരുത്തുകയും പെൺകുട്ടിയെ നിങ്ങൾ തറയിലിരുത്തുകയും ചെയ്തു. ഇതൊരിക്കലും നീതിയല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ വെച്ച സ്വഹാബിയോട് പറയുകയാണ്. വളരെ നിസ്സാരമായി നാം കണക്കാക്കുന്ന കാര്യത്തിൽ പോലും നീതിപരമായ പ്രവർത്തനങ്ങൾ ആവശ്യമാണ് എന്ന്, നീതി പുലർത്തണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ നമ്മെ ഉത്ബോധിപ്പിക്കുന്ന കാര്യം സർവമേഖലയിലും സർവമാന സാഹചര്യങ്ങളിലും നീതിയുക്തമായ ജീവിത ശൈലിയെയാണ്, നീതിയോടുകൂടി മാത്രമേ ജീവിക്കാവൂ എന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ ഉത്ബോധിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ, അല്ലാഹു നീതി കൊണ്ടും നന്മ കൊണ്ടും കൽപ്പിക്കുകയാണ്. നീതിയുക്തമായ ജീവിതമാണ് സർവമാന സാഹചര്യങ്ങളിലും വിശ്വാസിക്ക് ആവശ്യമെന്ന് പരിശുദ്ധ ഇസ്ലാമിന്റെ തത്വശാസ്ത്രം പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ രംഗങ്ങളിലും നീതി ആവശ്യമാണ്. എല്ലാ രംഗങ്ങളിലും നീതി ആവശ്യമാണ്. അതുപോലെ തന്നെ എല്ലാവരിലും നീതി ആവശ്യമാണ്. സർവതലങ്ങളിലുള്ള എല്ലാ ജനങ്ങൾക്കിടയിലും നീതി പുലർത്തണമെന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. അവിടെ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ ഭരണാധികാരിയെന്നോ പ്രജയെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരിലും നീതിപരമായ പ്രവർത്തനങ്ങൾക്കാണ് ഇസ്ലാം മുൻഗണന നൽകുന്നത്. കർമ്മ ആചാരങ്ങളിലും ശിക്ഷാ നടപടികളിലും ഭരണപ്രവർത്തനങ്ങളിലും വിധിവിലക്കുകളിലും ക്രയവിക്രയങ്ങളിലും എന്നുവേണ്ട ഒരു മനുഷ്യസ്പർശിയായ ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അവയിൽ മുഴുവനും ഇസ്ലാം നീതിക്ക് മുൻഗണന നൽകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വർത്തമാന സാഹചര്യത്തിൽ ഏറ്റവും കൂടുതലായി ചർച്ച ചെയ്യപ്പെടുകയും എഴുതുകയും വരക്കുകയും ആലോചിക്കുകയും പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ലിംഗനീതി തന്നെ നാം ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് ഇസ്ലാമിന്റെ നീതിബോധത്തെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. സ്ത്രീ ഒന്നുമല്ലാതിരുന്നൊരു കാലത്ത്, സ്ത്രീകളെ കുഴിച്ചുമൂടിയിരുന്ന ഒരു കാലത്ത്, സ്ത്രീയാണ് പെൺകുട്ടിയാണ് ജനിച്ചു വീണതെന്നറിഞ്ഞാൽ അപമാനഭാരത്താൽ ആ കുട്ടിയെ കുഴിച്ചുമൂടി സ്ത്രീക്ക് ജീവിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാതിരുന്ന കാലത്താണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദഅവത്തുമായി ആ സമൂഹത്തിന്റെ മുമ്പിലേക്ക് വരികയും സ്ത്രീ പവിത്രതയാണെന്നും അവരുടെ പവിത്രത കാത്തുസൂക്ഷിക്കണമെന്നും സ്ത്രീകൾക്ക് ജീവിക്കാൻ ഇവിടെ അവകാശമുണ്ടെന്നും പഠിപ്പിച്ചത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്.
സ്ത്രീക്ക് ജീവിക്കാനുള്ള അവകാശങ്ങളെ നേടിക്കൊടുത്തതു മുതൽ സ്ത്രീ ഈ ലോകത്ത് ജീവിക്കേണ്ടവളാണെന്നും അവൾക്ക് പവിത്രതയുണ്ടെന്നും സ്ത്രീകൾ കൂട്ടത്തിൽപ്പെട്ട ഉമ്മയുടെ കാലിൻ ചുവട്ടിലാണ് സ്വർഗമെന്ന് പഠിപ്പിച്ച് സ്ത്രീ സമൂഹത്തെ സമുദായത്തിലെ ഉന്നത ശ്രേണിയിലേക്ക് കൊണ്ടുവരാൻ പരിശുദ്ധമായ ഇസ്ലാമിന്റെ തത്വശാസ്ത്രങ്ങൾ നീതിബോധം പഠിപ്പിക്കുന്നു, നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. പൗരാണിക സംസ്കാരങ്ങൾ എടുത്തു പരിശോധിച്ചാൽ ബാബിലോണിയൻ സംസ്കാരവും ഗ്രീക്ക് സംസ്കാരവും റോമൻ സംസ്കാരവും, ഈ സംസ്കാരങ്ങളിലെല്ലാം സ്ത്രീക്ക് അവകാശങ്ങൾ നൽകാതിരിക്കുകയും അവരുടെ അവകാശങ്ങളെ തടഞ്ഞുവെക്കുകയും മൃഗങ്ങളെപ്പോലെ ചന്തയിൽ വിറ്റഴിക്കപ്പെടുന്ന, ജോലിയെടുക്കാനും മറ്റു ആവശ്യങ്ങൾക്കു വേണ്ടി വിറ്റഴിക്കപ്പെടുന്ന ഒരു വിഭാഗമായിരുന്നു സ്ത്രീകളെന്ന് പൗരാണിക ചരിത്രം എടുത്തു പരിശോധിച്ചാൽ പൗരാണിക സംസ്കാരങ്ങളിൽ നമുക്ക് ധാരാളം കാണാൻ സാധിക്കും. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവരുടെ ചാരിത്രം പോലും കച്ചവടവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരുന്ന പൗരാണിക സംസ്കാരം. ഇവിടെ നിന്നെല്ലാം സ്ത്രീയും ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടവളാണെന്നും അവൾക്ക് കൃത്യമായ നീതി നൽകണമെന്നും പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുകയും അതുവഴി സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെയും സ്ത്രീകൾക്ക് അവകാശപ്പെടുന്ന നീതിയെയും ഇസ്ലാം വാങ്ങിക്കൊടുത്തതായി നമുക്ക് കാണാൻ കഴിയും. സ്ത്രീകൾക്ക് ആദ്യമായി സ്വത്തവകാശം നൽകിയത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമാണ്. പുരുഷന്മാർക്കുള്ള സ്വത്തവകാശം പോലെ തന്നെ സ്ത്രീകൾക്കും സ്വത്തവകാശമുണ്ട് എന്ന് നിസാ സൂറത്തിലൂടെ അല്ലാഹു തആല പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. സ്വത്തവകാശത്തെക്കുറിച്ച് പറഞ്ഞു വെക്കുമ്പോൾ പലപ്പോഴും ഉന്നയിക്കപ്പെടാറുള്ള ചോദ്യം, പുരുഷന്റെ പകുതി മാത്രമാണല്ലോ സ്ത്രീകൾക്ക് അനന്തരാവകാശമായിട്ട് എടുക്കാൻ നൽകുന്നത്, അനന്തരാവകാശമായി സ്ത്രീകൾ എടുക്കുന്നത് പകുതി മാത്രമാണല്ലോ, പുരുഷനേക്കാളും പകുതി മാത്രമേ ഉള്ളൂ, ഇത് നീതിയാണോ എന്ന് ചോദിക്കാറുണ്ട്. ഒരു കുടുംബത്തിലെ, സമൂഹത്തിലെ എല്ലാ ബാധ്യതകളും വഹിക്കുന്ന ആൾ പുരുഷനാണ്. അതുകൊണ്ട് തന്നെ പുരുഷന് അധികം നൽകുന്നത് മറ്റൊരു നീതിയാണ്. എന്നാൽ ഇതിന്റെ മറുഭാഗം നാം പരിശോധിച്ചാൽ ഇതിന്റെ യഥാർത്ഥത്തിലുള്ള ഗുണഭോക്താക്കൾ പുരുഷന് ലഭിച്ചാലും പുരുഷന്റെ ഓഹരിയുടെ ഗുണഭോക്താക്കൾ ഒരു വലിയ ഭാഗം അത് സ്ത്രീകളാണ് താനും. ചുരുക്കി പറഞ്ഞാൽ അവിടെ ഒരു അനീതിയെ നമുക്ക് കാണാൻ സാധിക്കൂല. വിദ്യാഭ്യാസ മേഖലയിലും പുരുഷന് വിദ്യാഭ്യാസം നൽകുന്നത് പോലെ തന്നെ സ്ത്രീകൾക്കും വിദ്യാഭ്യാസം വേണമെന്ന് ഇസ്ലാം പറയുന്നുണ്ട്. ഇസ്ലാമിക ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, മഹദിയായ ആയിഷത്ത് ബീബി റളിയല്ലാഹു അൻഹ നിരവധി ഹദീസുകളെ റിപ്പോർട്ട് ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും. 2210 ഹദീസുകൾ മഹദിയായ ആയിഷത്ത് ബീബി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിയാണ്. ആ മഹദിയായിരുന്നു ആ കാലഘട്ടത്തിലെ സ്വഹാബിവര്യരുടേതടക്കമുള്ള വൈജ്ഞാനിക സ്രോതസ്സായിട്ട് കണക്കാക്കപ്പെട്ടിരുന്നത് മഹദിയായ ആയിഷത്ത് ബീബി റളിയല്ലാഹു അൻഹയായിരുന്നു. സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഇസ്ലാമിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞു പോവുകയാണ്. ആത്മീയ ശ്രേണിയിൽ ഉന്നതരായ വനിതകളെ നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹയെ പോലെ, നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയെ പോലെയുള്ള നിരവധി ആത്മീയ ലോകത്ത് വിരാജിക്കുന്ന വലിയ ഉന്നതരായ വനിതകളെ നമുക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ലിംഗനീതിയുടെ കാര്യത്തിൽ എത്രത്തോളം മൂന്നാം ലിംഗക്കാരുടേതുപോലും ഇസ്ലാമിക കാഴ്ചപ്പാടുകളിൽ, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ കൃത്യമായി അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി അവർക്കുകൂടി ഉണ്ടാവേണ്ട നീതിയെക്കുറിച്ച് ഇസ്ലാം കൃത്യമായി ബോധ്യപ്പെടുത്തുന്നുണ്ട്. സാമൂഹികമായ ചുറ്റുപാടുകളിലെ മറ്റൊരു നീതിയുടെ മേഖല സാമ്പത്തികമായ നീതിയാണ്. സാമ്പത്തികമായ നീതിയുടെ കാര്യത്തിൽ ഇസ്ലാം വളരെ വ്യക്തമായ കാഴ്ചപ്പാടുകൾ സമൂഹത്തിന് സമർപ്പിക്കുന്നുണ്ട്.
സക്കാത്ത് നൽകുക എന്നത് ഇസ്ലാമിൽ സമ്പന്നരായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നിർബന്ധമുള്ള ബാധ്യതയാണ്. സമ്പന്നനും ദരിദ്രർക്ക് നൽകേണ്ട നിർബന്ധ ബാധ്യതയാണ് സക്കാത്ത് എന്ന് പറയുന്നത്. അതിന് തന്നെ 8ഓളം വരുന്ന കാറ്റഗറിയിൽപ്പെട്ട ആളുകളെ ഇസ്ലാം തെരഞ്ഞെടുത്തിട്ടുണ്ട്. സമ്പന്നനായ ആൾ അയാളുടെ സമ്പത്തിൽ നിന്നും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെയും സക്കാത്തുകളെ കൊടുത്തുവീട്ടൽ നിർബന്ധമായിരിക്കുകയാണ്. ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഇസ്ലാം ചെയ്തത്? സമ്പന്നർക്കിടയിലും ദരിദ്രർക്കിടയിലുമുള്ള നീതി ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഇസ്ലാം സക്കാത്തിനെ നിർബന്ധമാക്കിയിട്ടുള്ളത്. വ്യാപാര മേഖലയിലും ഇസ്ലാം നീതി പുലർത്തണമെന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അളവ് തൂക്കങ്ങളിൽ വ്യത്യാസമുണ്ടാവാൻ പാടില്ല. അളവ് തൂക്കങ്ങളിൽ കൃത്രിമം നടത്താൻ പാടില്ല. വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല. വാങ്ങുന്നവനും വിൽക്കുന്നവനും അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ വ്യാപാര സമയത്ത് നീതി ഉണ്ടാവണമെന്ന് ഇസ്ലാം വളരെ വ്യക്തമായി തന്നെ പഠിപ്പിക്കുന്നുണ്ട്. സാമ്പത്തിക മേഖലയിൽ ഇസ്ലാം കാണിക്കുന്ന നീതി ഉണ്ടാവണമെന്ന് ഇസ്ലാം പറയുന്ന ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിനെ വളരെ വ്യക്തമായി തന്നെ നമുക്ക് ഇസ്ലാമിക കർമ്മശാസ്ത്രങ്ങളിൽ നിന്നും ഇസ്ലാം ഒരു മുസ്ലിമിനോട് നിർബന്ധപൂർവം ചെയ്യണമെന്ന് പറയുന്ന അടിസ്ഥാന ശാസ്ത്രങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യക്തമായി നമുക്കിത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. കരാറിലാണെങ്കിലും ഒരാൾക്ക് സൂക്ഷിപ്പ് സ്വത്തായിട്ട് ഒരു വസ്തു കൊടുത്തു കഴിഞ്ഞാലും അവിടങ്ങളിലെല്ലാം നീതിയുക്തമായി മാത്രമേ പെരുമാറാവൂ എന്ന് ഇസ്ലാം പറയുന്നുണ്ട്. തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ മേഖലയിൽ തൊഴിലാളിക്ക് വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ വേതനം നൽകണമെന്ന് പരിശുദ്ധമായി ഇസ്ലാം പഠിപ്പിക്കുകയാണ്. തൊഴിലാളിക്കുള്ള നീതിയെ ഇസ്ലാം പറയുന്നുണ്ട്. മുതലാളിത്ത സംസ്കാരങ്ങൾ തൊഴിലാളിയെ ഭീഷണിപ്പെടുത്തുന്ന പീഡിപ്പിക്കപ്പെടുന്ന കാലത്ത്, ആധുനിക കാലത്ത് ഇസ്ലാം 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യം, തൊഴിൽ എടുത്തു കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ വിയർപ്പ് വറ്റും മുമ്പ് തന്നെ അദ്ദേഹത്തിന് വേതനം നൽകണമെന്ന് ഇസ്ലാം പറയുന്നുണ്ട്. അവിടെയും തൊഴിലാളിക്ക് ആവശ്യമായ അവകാശത്തെയും നീതിയെയുമാണ് ഇസ്ലാം മുൻഗണന നൽകിയിട്ടുള്ളത്. സാമ്പത്തിക നീതിയുടെ കാര്യം, അതുപോലെ തന്നെ ലിംഗനീതിയുടെ കാര്യം, ഇതിനോടൊപ്പം തന്നെ കുടുംബത്തിലും നീതി പുലർത്തണമെന്ന് ഇസ്ലാം പറയുന്നുണ്ട്. കുടുംബനീതി അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ആദ്യം പറഞ്ഞ സംഭവം, ആ സ്വഹാബി വര്യന്റെ അടുക്കലേക്ക് വന്ന 2 കുഞ്ഞുങ്ങൾക്കിടയിൽ വേർതിരിവ് വന്നപ്പോ അത് അനീതിയാണെന്ന് ഉറക്കെ പറഞ്ഞിട്ടുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്യങ്ങൾ തന്നെ നമ്മുടെ കുടുംബത്തിൽ പുലർത്തേണ്ട നീതിയെക്കുറിച്ച് വളരെ വ്യക്തമായി നമ്മോട് പറയുന്നുണ്ട്. ഒന്നിലധികം ഭാര്യമാരെ വേൾക്കാൻ ഇസ്ലാമിൽ അവകാശമുണ്ട്, അല്ലെങ്കിൽ അതിന് പറ്റും. എങ്കിലും അങ്ങനെ ഒന്നിലധികം ഭാര്യമാരെ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്കിടയിൽ നിങ്ങൾക്ക് നീതി പുലർത്താൻ സാധിക്കുമെങ്കിൽ മാത്രമേ നിങ്ങൾ വേൾക്കാൻ പാടുള്ളൂ എന്ന് പരിശുദ്ധമായ ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. കുടുംബത്തിൽ നീതി വേണം. ഈ നീതിയെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളായ തങ്ങളുടെ ഭാര്യമാരിലൂടെ, അവരോടൊത്തുള്ള ജീവിതത്തിലൂടെ ഈ സമൂഹത്തിന് വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. സാമൂഹികമായ രംഗങ്ങളിലുള്ള നീതിയും ഭരണരംഗങ്ങളിലുള്ള നീതിയും ഇസ്ലാം വളരെ വ്യക്തമായി തന്നെ നമ്മോട് അനുവർത്തിക്കണമെന്ന് പറയുന്നുണ്ട്. സ്വജനപക്ഷപാതം ഭരണരംഗങ്ങളെ വികൃതമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ അധ്യാപനം, നീതിയുടെ അധ്യാപനം വളരെ ഗൗരവത്തിൽ, വളരെ സാഹചര്യത്തിന് അനുയോജ്യമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മഖ്സൂമിയ ഗോത്രക്കാരിയായ ഒരു സ്ത്രീ കളവ് നടത്തിയതിന്റെ പേരിൽ ആ സ്ത്രീക്ക് ശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടി വിധിച്ചപ്പോൾ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ശുപാർശയുമായി സ്വഹാബി വര്യൻ ഉസാമത്ത് ബിനു സെയ്ദ് റളിയല്ലാഹു അൻഹു ശുപാർശയുമായി വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉസാമത്ത് ബിനു സെയ്ദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ കാര്യം, അള്ളാഹുവിന്റെ ശിക്ഷാ നടപടികളിൽ നീ ശുപാർശയ്ക്ക് വരികയാണോ?
എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തെ മുഴുവനും പഠിപ്പിക്കാൻ വേണ്ടി ആധുനിക കാലഘട്ടത്തിൽ അനീതി പുലർത്തുന്ന ഭരണകർത്താക്കൾക്കടക്കം, സ്വജനപക്ഷപാതം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണകർത്താക്കൾക്കടക്കം പാഠമാകുന്ന വിധത്തിൽ നീതിയുടെ ശബ്ദം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറപ്പെടുവിപ്പിച്ചിട്ടുണ്ട്. ലൗ അന്ന ഫാത്തിമത ബിൻത മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സദിഖത് ലഖതഅതു യദഹാ. ഫാത്തിമ, എന്റെ മകൾ ഫാത്തിമയാണ്, കട്ടതെങ്കിലും അവളുടെ കൈ ഞാൻ മുറിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പഠിപ്പിക്കുകയാണ്. അപരാധികളായ സമ്പന്നരെ, സമൂഹത്തിൽ ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളെ, വരേണ്യരായ ആളുകളെ സംരക്ഷിക്കുകയും അല്ലാത്ത ആളുകളെ, പാവപ്പെട്ട ആളുകളെ ക്രൂശിക്കപ്പെടുകയും ചെയ്യുന്ന ആധുനിക ഭരണ സംവിധാനങ്ങൾ നിലനിൽക്കുന്നിടത്ത് ഇസ്ലാമിന്റെ നീതിയുക്തമായ ഭരണ സാഹചര്യങ്ങൾ വളരെ ഗൗരവത്തിൽ തന്നെ ഗണിക്കേണ്ട കാര്യമായി ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അപരാധികളായ വരേണ്യരെ സംരക്ഷിക്കുകയും പാവപ്പെട്ടവർക്കെതിരെ പാവപ്പെട്ടവരെ ക്രൂശിക്കുകയും ചെയ്യുന്ന ആധുനിക സമൂഹത്തിന്റെ സാഹചര്യത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന നീതിയുടെ ബോധം വളരെ അർത്ഥവത്താണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ചരിത്രത്തിൽ ഇടം നേടിയ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം ഇങ്ങനെയാണ്. ബദർ യുദ്ധവേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ സ്വഫായി അണിനിരത്തുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരിയിൽ നിന്നും തെറ്റി നിൽക്കുന്ന സവാദ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് ഒന്ന് കുത്തി സ്വഫ് ശരിയാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ആ സമയത്ത് സവാദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, എനിക്ക് വേദനിച്ചിട്ടുണ്ട്, എനിക്കിതിനെ പ്രായശ്ചിത്തം ചെയ്യണം, എനിക്ക് ഇതിന് പകരം ചെയ്യണം, എന്റെ വയറിന് വേദനിച്ചതുപോലെ എനിക്ക് തിരിച്ചും ചെയ്യണം. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് സമ്മതിക്കുകയാണ്. സവാദ് റളിയല്ലാഹുവിന്റെ ആവശ്യം, എന്റെ നഗ്നമായ പള്ളക്കാണ് കുത്തിയത്, അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നഗ്നമായ പള്ള തന്നെ ആവശ്യമുണ്ട് എന്ന് സവാദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്. ആ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഖമീസ് മാറ്റി വയറിന് കുത്താൻ വേണ്ടി സൗകര്യപ്പെടുത്തി കൊടുക്കുകയാണ്. ആ സമയത്ത് സവാദ് റളിയല്ലാഹു അൻഹുവിന്റെ ലക്ഷ്യം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, തന്റെ ശരീരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തോടൊന്ന് അടുത്തു വെക്കാൻ, ഒന്ന് അണച്ചു വെക്കാൻ, ഒന്ന് കൂട്ടിവെക്കാൻ വേണ്ടിയുള്ള ആഗ്രഹം കൊണ്ടാണ് സവാദ് റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. തന്റെ കീഴിലുള്ള കീഴുദ്യോഗസ്ഥന്മാരെ അവരെ കൊണ്ട് വീട്ടുവേല എടുപ്പിക്കുകയും വേലക്കാരായി മാത്രം കാണുകയും ചെയ്യുന്ന ആധുനിക കാലത്ത് കീഴുദ്യോഗസ്ഥരെ കൊണ്ട് പാദസേവ ചെയ്യിക്കുന്ന ധാർഷ്ട്യരായ ഭരണാധികാരികളും മേലുദ്യോഗസ്ഥന്മാരും നിലകൊള്ളുന്ന ആധുനിക കാലത്ത് സമകാലിക സാഹചര്യങ്ങളിൽ ഇസ്ലാം ഇവിടെ പഠിപ്പിക്കുന്ന നീതിശാസ്ത്രം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുശാസിച്ചിട്ടുള്ള നീതിയെക്കുറിച്ച് നമുക്ക് ഈ സംഭവത്തിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായി മനസ്സിലാക്കും. ഒരു നേതാവും ഒരു അനുയായിയും ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനും കീഴുദ്യോഗസ്ഥന്റെയും ഇടയിൽ എങ്ങനെ ആയിരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നീതിയുടെ വിഷയത്തിൽ അധികാരമോ ഭരണ നേതൃത്വമോ മേലുദ്യോഗസ്ഥനെന്നോ കീഴുദ്യോഗസ്ഥനെന്നോ മേൽജാതിയെന്നോ കീഴ്ജാതിയെന്നോ ഉന്നതനെന്നോ താഴ്ന്നവനോ ഒന്നോ എവിടെയും ഒരു വ്യത്യാസവുമില്ലാതെ നീതി എല്ലാവരുടെ ഇടയിലും എല്ലാവർക്കും തുല്യമാണ് എന്ന് പരിശുദ്ധമായ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ നീതിയെ നമുക്ക് ഇസ്ലാമിലെ സമരങ്ങളിൽ, ഇസ്ലാമിലെ പോരാട്ടങ്ങളിൽ എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാമിലെ സമരങ്ങളിലുള്ള നീതിയെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ അത്ഭുതപ്പെടുമാറ് വളരെ കൂടുതൽ മനുഷ്യനെ അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിലുള്ള നീതിയെയാണ് ഇസ്ലാമിക സമരങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ വിമർശിക്കാൻ
ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി എടുക്കുന്ന കാര്യവും ഇസ്ലാമിലെ സമരങ്ങളാണ്. ഇസ്ലാമിലെ സമരങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇസ്ലാമിനെ പലപ്പോഴും പലരും വിമർശിക്കാറുള്ളത്. എന്നാൽ ആ സമരമുഖത്ത് പോലും ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ള നീതിയെക്കുറിച്ച്, ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ള നീതിഭദ്രമായ സമരങ്ങളെക്കുറിച്ച്, എങ്ങനെ സമരം ചെയ്യണമെന്ന് ഇസ്ലാം, നീതിയോടുകൂടെ എങ്ങനെ സമരം ചെയ്യണമെന്ന് ഇസ്ലാം ഇവിടെ പഠിപ്പിക്കുകയാണ്. പ്രതിരോധങ്ങളുടെ അവസാന ഘട്ടം എന്ന നിലയിലാണ് ഇസ്ലാം സമരങ്ങൾക്ക് പോലും അംഗീകാരം കൊടുക്കുന്നത് നാം കാണുന്നത്. സത്യമതത്തിന്റെ പ്രചാരണവും സത്യമതത്തിന്റെ വികാസവും ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ഇസ്ലാമിലെ സമരങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ആ സമരങ്ങളൊക്കെ നടന്നത് എവിടെയും ഈ സമരങ്ങളില്ലാതെ, പോരാട്ടങ്ങളില്ലാതെ അസ്തമിപ്പിക്കാൻ സാധിക്കുമോ എന്നതിനെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുകയും പ്രതിരോധങ്ങളുടെ അവസാന ഘട്ടമെന്ന നിലയിലാണ് ഇസ്ലാം ഈ സമരങ്ങൾക്ക് പോലും അംഗീകാരം നൽകിയിട്ടുള്ളത്. സമരം ചെയ്യാനുള്ള അനുമതി നൽകിയിട്ടുള്ളത് തന്നെ അവസാന ഘട്ടങ്ങളിൽ മാത്രമാണ്. ഇസ്ലാമിലെ സമരങ്ങളൊക്കെ ലക്ഷ്യാധിഷ്ഠിതമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ബദർ സമരമാവട്ടെ, ഉഹുദ് സമരമാവട്ടെ, ഹന്തക്ക് സമരമാവട്ടെ, ഇങ്ങനെ ഇസ്ലാമിലെ ഏത് സമരങ്ങൾ എടുത്തു നോക്കിയാലും ആ സമരങ്ങളൊക്കെ വളരെ വ്യക്തമായ ലക്ഷ്യാധിഷ്ഠിതമായ സമരങ്ങളായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇത് ഏതെങ്കിലും ഒരു അധികാരങ്ങൾ പിടിച്ചടക്കാനോ മേൽക്കോയ്മ സ്ഥാപിക്കാനോ ആയിരുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എല്ലാ സമരങ്ങളെയും ഇല്ലായ്മ ചെയ്ത് അവസാന ഘട്ടത്തിൽ പ്രതിരോധം എന്ന നിലക്ക് മാത്രമായിരുന്നു ഇസ്ലാമിലെ സമരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. പരിശുദ്ധ ഖുർആനിൽ തന്നെ ഇസ്ലാമിന്റെ സമരങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി സൂറത്തുൽ ബഖറയിലെ 190, 193 ആയത്തുകളിൽ വ്യക്തമാക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പ്രകോപനങ്ങളോട് പ്രതികരിക്കുക മാത്രമാണ് പരിശുദ്ധമായ ഇസ്ലാം ചെയ്തിട്ടുള്ളത്. അത് ഏത് യുദ്ധ സാഹചര്യം എടുത്തു പരിശോധിച്ചാലും, ഏത് സമരങ്ങളുടെ സാഹചര്യം എടുത്തു പരിശോധിച്ചാലും നമുക്ക് ഇത് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. വിശാലമായ അർത്ഥത്തിലേക്ക്, വിശാലമായ സാഹചര്യ തെളിവുകളിലേക്ക് ഞാൻ ഈ സമയത്ത് പോകുന്നില്ല. എവിടെയും അക്രമം അതിരുകടക്കരുത് എന്ന് ഇസ്ലാം പറയുന്നുണ്ട്. നിങ്ങൾ സമരമുഖത്താണെങ്കിലും നിങ്ങൾ ആക്രമണങ്ങൾ ലിമിറ്റായിരിക്കണം. നിങ്ങളുടെ പോരാട്ടങ്ങൾക്ക് ലിമിറ്റേഷൻ ഉണ്ട്. ആ പ്രത്യേകമായ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് മാത്രമേ നിങ്ങളുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ, സമരങ്ങൾ നടത്താവൂ എന്ന് പരിശുദ്ധമായ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ ശത്രുപക്ഷത്തുള്ളവരാണെങ്കിലും അതല്ലാത്ത പൊതുമുതലാണെങ്കിലും പൊതുമുതലുകളൊന്നും നശിപ്പിക്കാൻ പാടില്ല എന്നും സമ്പത്തിലും മറ്റും സംരക്ഷണം നൽകണമെന്നും ഒരാളുടെയും അഭിമാനം നഷ്ടപ്പെടുന്ന രൂപത്തിൽ സമരങ്ങൾ നടത്താൻ പാടില്ല എന്നും ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളെ ഇസ്ലാം സമരമുഖത്ത് പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. സത്യപ്രചാരണം സാധ്യമാകുക എന്നത് മാത്രമായിരുന്നു ഇസ്ലാമിലെ സമരങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പ്രധാനമായി ഉണ്ടായിരുന്നത്. സത്യപ്രചാരണം, ഈ സത്യപ്രചാരണം സാധ്യമാകുന്ന അല്ലെങ്കിൽ സാധ്യമാക്കാനുള്ള കാര്യങ്ങളെ തടസ്സമായി നിൽക്കുന്നവയെ നീക്കം ചെയ്യൽ മാത്രം, ആ തടസ്സങ്ങളെ ഒഴിവാക്കൽ മാത്രമായിരുന്നു ഇസ്ലാമിക സമരങ്ങളിലെ മുഖ്യമായ അജണ്ടകളിൽ ഉണ്ടായിരുന്നത്. എവിടെയും ആരെയും ആക്രമിക്കാനോ ആരെയും അതിജയിക്കാനോ എവിടെയെങ്കിലും ഉന്നതമായ മേഖലയിൽ എത്തിപ്പെടാനോ വേണ്ടി ഇസ്ലാം ഒരിക്കലും ഈ സമരങ്ങളെ ഉപയോഗപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. സമര പോരാട്ടങ്ങളിൽ ഇസ്ലാം സ്വീകരിച്ച സമീപനങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ഇസ്ലാമിന്റെ സമരങ്ങളുടെ ലക്ഷ്യം ധ്വംസനങ്ങളല്ലെന്നും സത്യപ്രചാരണത്തിന് വഴിയൊരുക്കലാണെന്നും പ്രതിയോഗികളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഇസ്ലാം സമരങ്ങളിൽ ഏർപ്പെട്ടിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാമിന്റെ ലക്ഷ്യം ഒരിക്കലും ധ്വംസനങ്ങളല്ല, സത്യപ്രചാരണത്തിനുള്ള വഴിയൊരുക്കൽ മാത്രമാണ്. ഇത് പ്രതിയോഗികളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഇസ്ലാം ഈ സമരങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്നത്. ഇദം പ്രഥമമായി ഇസ്ലാം ഒരിക്കലും സമരങ്ങൾ ആരംഭിച്ചിട്ടില്ല.
ഇസ്ലാമിന്റെ സത്യസരണിക്കുള്ള മുന്നോട്ടുള്ള ഗമനത്തിനാവശ്യമായ വഴികൾ വെട്ടിത്തെളിക്കൽ മാത്രമാണ് ഈ സമരം കൊണ്ട് ലക്ഷ്യമാക്കിയത് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ തന്നെ ഇസ്ലാം പ്രതിയോഗികളെ ഇത് കൃത്യമായി ബോധ്യപ്പെടുത്തുകയും അത് അവരോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള മുഴുവൻ ശ്രമങ്ങൾ നടത്തുകയും ചെയ്യും. രക്തസാക്ഷിത്വം വഹിക്കാൻ വേണ്ടി ഒരുങ്ങി പുറപ്പെട്ട ആളുകൾക്ക് ഒരിക്കലും രക്തം ചൊരിയുന്നതിൽ, രക്തസാക്ഷിത്വം വഹിക്കുന്നതിൽ ഭയന്നുകൊണ്ടായിരുന്നില്ല അവർ ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് മുമ്പേ ഒരു സന്ധിക്ക് വേണ്ടി തയ്യാറാവാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. മറിച്ച് ഒരു രക്തച്ചൊരിച്ചിൽ ഇവിടെ ഉണ്ടാവരുത് എന്ന കൃത്യമായ നിലപാടായിരുന്നു ഇതിന്റെ പിന്നിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇവിടെ യുദ്ധം പെട്ടെന്ന് തന്നെ പൊട്ടിപ്പുറപ്പെടുകയോ അപ്രതീക്ഷിതമായുള്ള ഒരു സമരമോ ഉണ്ടായിരുന്നില്ല. മറിച്ച് സമരങ്ങളുടെ കാര്യകാരണങ്ങൾ ബോധ്യപ്പെടുത്തുകയും സമരമില്ലാതെ ഇത് എങ്ങനെ പരിഹരിക്കാമെന്നതിനെ കുറിച്ച് കൃത്യമായി ആലോചിക്കുകയും അത് ചർച്ച ചെയ്യുകയും ആ ചർച്ച കൂടി പരിഹരിക്കപ്പെടാതിരിക്കുമ്പോഴായിരുന്നു സമരങ്ങളിൽ ഉണ്ടായിരുന്നത്. ആ സമരമുഖങ്ങളെ നമുക്ക് ആധുനിക സമരങ്ങളുമായി, യുദ്ധങ്ങളുമായി തട്ടിച്ചു നോക്കുകയാണെങ്കിൽ വളരെ കൂടുതൽ വ്യത്യാസമുള്ള സമരങ്ങളായിട്ട് നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. മുന്നറിയിപ്പുകളില്ലാതെ അകാരണമായി ഒന്നുമറിയാത്ത പിഞ്ചോമന കുഞ്ഞുങ്ങളടക്കമുള്ള, സ്ത്രീകളടക്കമുള്ള, യുദ്ധരംഗത്ത് പോലും ഇല്ലാത്ത ആളുകളെ അടക്കം പെട്ടെന്നൊരു അർദ്ധരാത്രിയിൽ കൊണ്ടുവന്നിടുന്ന ബോംബിന്റെയും വർഷിക്കുന്ന മിസൈലിന്റെയും അടിയിൽപ്പെട്ട് പിടഞ്ഞു മരിക്കുന്ന ആധുനിക യുദ്ധമുഖങ്ങളാണ് നമുക്ക് പരിചയമുള്ളത്. എന്നാൽ ഇസ്ലാമിലെ സമരങ്ങൾ ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ കർബലയിൽ യുദ്ധം നടക്കുന്നതിന് മുമ്പ് പ്രതിയോഗികളോട്, പ്രതിഭാഗത്തുള്ള ആളുകളോട് സന്ധിക്ക് വേണ്ടി തയ്യാറാവുകയും അവരുടെ പ്രവർത്തനങ്ങളിലെ മോശമായ കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടും അവരത് അംഗീകരിക്കാതെ വന്നപ്പോഴാണ് കർബലയിൽ പോലും യുദ്ധമുണ്ടായത് എന്ന് ചരിത്രങ്ങളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഈ സമയത്ത് നാം ഓർക്കേണ്ടത് ഇസ്ലാമിലെ സമരങ്ങളും പുതിയ കാലത്ത് അനുഭവിക്കുന്ന സമരങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങളെയാണ്. ഇസ്ലാം നീതിയോടുകൂടിയുള്ള, നീതിപൂർവമായ സമരത്തിനു വേണ്ടി ആഹ്വാനം ചെയ്യുകയും ആ നീതി നടപ്പിലാക്കാൻ വേണ്ടി ആവശ്യമായ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുകയും ചെയ്തു എന്ന് ഇസ്ലാമിലെ സമര ചരിത്രങ്ങൾ എടുത്തു പരിശോധിച്ചാൽ നമുക്ക് വളരെ വ്യക്തമായി തന്നെ ബോധ്യപ്പെടുന്ന കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മുന്നറിയിപ്പുമില്ലാതെ ബോംബ് വർഷവും മിസൈൽ വർഷവും ഒക്കെ നടക്കുന്ന സമയത്ത് ഒന്നും അറിയാത്ത, ലോകത്തേക്ക് ജനിച്ചു വീണത് മാത്രമേ ഉള്ളൂ അങ്ങനത്തെ എത്രയോ പിഞ്ചുമക്കൾ ആ ബോംബ് വർഷത്തിലും മിസൈൽ വർഷത്തിലും അസ്തമിച്ചു പോവുകയാണ്, മരിച്ചു പോവുകയാണ്. ഇവിടെ എവിടെയാണ് ഈ യുദ്ധങ്ങൾക്ക് നീതിയുള്ളത്? എന്നാൽ ഇസ്ലാമിൽ അങ്ങനെയല്ല. ഇസ്ലാം കുട്ടികളെ നിങ്ങൾ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ, പ്രതിരോധ സമരങ്ങളിൽ കുട്ടികൾക്ക് അപകടം ഉണ്ടാവരുത്, സ്ത്രീകൾക്ക് അപകടം ഉണ്ടാവരുത്, വയോധികരായ ആളുകളുണ്ടെങ്കിൽ അവരെയും നിങ്ങളുടെ സമരങ്ങളിൽ അവർക്ക് അക്രമങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്ന് ഇസ്ലാം വളരെ വ്യക്തമായി തന്നെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. യോദ്ധാക്കളെ മാത്രമേ നിങ്ങൾ നേരിടാൻ പാടുള്ളൂ, യോദ്ധാക്കളല്ലാത്ത ഒരാളെയും നേരിടാൻ പാടില്ല. അവിടെ ബാക്കിയുള്ളവരൊക്കെ സംരക്ഷിക്കപ്പെടണമെന്നും പരിശുദ്ധമായ ഇസ്ലാം ഇവരോട് ഉദ്ഘോഷിക്കുന്നതായി. യോദ്ധാക്കളെ മാത്രമേ നേരിടാൻ പാടുള്ളൂ, യോദ്ധാക്കളല്ലാത്ത അവരോടൊപ്പമുള്ള സ്ത്രീകളാണെങ്കിലും കുട്ടികളാണെങ്കിലും അവരെ കൂടി സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മാത്രമേ നിങ്ങൾ ഏർപ്പെടാവൂ എന്ന് പരിശുദ്ധമായ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇസ്ലാമിലെ സമരങ്ങളിൽ ഇസ്ലാം കൊണ്ടുവന്നിട്ടുള്ള വശങ്ങളെ, നിയമങ്ങളെ, തത്വങ്ങളെ അത് നമ്മെ വളരെ വ്യക്തമായി തന്നെ നമ്മോട് ആ കാര്യം ബോധ്യപ്പെടുത്തുന്നുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ വയോധികരോ സ്ത്രീകളോ കുട്ടികളോ യുദ്ധമുഖത്തുള്ളവരാണെങ്കിൽ പോലും അവരെ നിങ്ങൾ ആക്രമിച്ചുകൂടാ എന്ന് ഇസ്ലാമിന്റെ സമര സാഹചര്യങ്ങളെ പഠിപ്പിക്കുകയാണ്. ഷാമിലേക്ക് യസീദ് ബിൻ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനെ
യുദ്ധത്തിനയക്കുന്ന സമയത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നൽകിയ ഉപദേശം, വസിയത്ത് വളരെ പ്രശസ്തമാണ്. അവിടെ ഉണ്ടാകുന്ന കുട്ടികളെ, വൃദ്ധരെ ഒന്നും നിങ്ങൾ ആക്രമിക്കാൻ പാടില്ല, പൊതുമുതലുകൾ നിങ്ങൾ നശിപ്പിക്കാൻ പാടില്ല, വയോധികരായ ആളുകൾക്കും സ്ത്രീകൾക്കൊക്കെ നിങ്ങൾ സംരക്ഷണം നൽകണം തുടങ്ങി അവിടെയുള്ള വന്യജീവികളെ, മൃഗങ്ങളെ അവരെ കൊല്ലാൻ പാടില്ല, സസ്യങ്ങൾ നശിപ്പിക്കാൻ പാടില്ല, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സമരമുഖത്ത് എത്രത്തോളം നിങ്ങൾക്ക് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സംയമനം പാലിക്കാൻ സാധിക്കുമോ അത് മുഴുവനും വേണമെന്നും പ്രതിരോധ സമരങ്ങൾക്ക് മുമ്പ് തന്നെ നിങ്ങൾ കൃത്യമായി അവരുമായി സന്ധിയിൽ ഏർപ്പെടണമെന്നടക്കമുള്ള ഇസ്ലാമിക അധ്യാപനം അവിടുന്ന് വസിയ്യത്തായിട്ട് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഷാമിലേക്ക് യസീദ് ബിൻ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യാത്രയയക്കുന്ന സമയത്ത്, സമരത്തിന് വേണ്ടി യാത്രയയക്കുന്ന സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യസീദ് ബിൻ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനോട് ചെയ്ത വസിയത്ത് വളരെ പ്രശസ്തമാണ്. യുദ്ധമുഖത്തല്ലാത്ത കഴിയുന്നവരായ ഒരാളെയും നിങ്ങൾ നശിപ്പിക്കാൻ പാടില്ല. നിരപരാധികളായ ആളുകൾ, സ്ത്രീകൾ, കുട്ടികൾ, വൃദ്ധരായ ആളുകൾ, അതുപോലെ തന്നെ ആ നാട്ടിലുള്ള സസ്യങ്ങളെ നിങ്ങൾ നശിപ്പിക്കരുത്, ആ നാട്ടിലെ മൃഗങ്ങളെ നിങ്ങൾ കൊല്ലരുത്, ഈത്തപ്പനകൾക്ക് നിങ്ങൾ തീയിടരുത്, ഈത്തപ്പനകൾ നിങ്ങൾ കരിച്ച് നശിപ്പിക്കരുത്, നിങ്ങൾ ആരോടും പ്രതികാരം തീർക്കരുത് തുടങ്ങിയിട്ടുള്ള മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വസിയത്ത് വളരെയധികം പ്രശസ്തമാണ്. ഒരു യുദ്ധവേളയിൽ മഹാനായ അലി റളിയല്ലാഹു അൻഹു പ്രതിയോഗിയെ മലർത്തടിച്ചിട്ട് ആ പ്രതിയോഗിയെ കൊല്ലാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് ആ ശത്രു മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് തുപ്പുകയാണ്. ആ തുപ്പുന്ന സമയത്ത് കൊല്ലാൻ, വധിക്കാൻ എല്ലാ സാഹചര്യവും ഉണ്ടായിരിക്കെ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് എഴുന്നേറ്റ് പോരുകയാണ്. അതിന് കാരണം പറഞ്ഞത്, ഞാനെങ്ങാനും അദ്ദേഹത്തെ കൊല്ലുകയാണെങ്കിൽ അദ്ദേഹം എന്റെ മുഖത്തേക്ക് തുപ്പിയതിന്റെ പ്രതികാരം തീർക്കലായി പോകും. അതുകൊണ്ട് പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ടല്ല ഈ സമരം, ഈ പോരാട്ടം, മറിച്ച് സത്യസരണിയിലേക്കുള്ള വഴിയിൽ തടസ്സം സൃഷ്ടിക്കാതിരിക്കാനുള്ള സമരങ്ങൾ മാത്രമായിരുന്നു ഇസ്ലാമിലേത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ വസിയത്ത് നാം ഈ കാലഘട്ടത്തിൽ നാം ഒന്ന് തട്ടിച്ചു നോക്കുകയാണെങ്കിൽ സിറിയയിലും ലബനാനിലും ഇറാഖിലും ഫലസ്തീനിലും ഇങ്ങനെ തുടങ്ങി ലോകരാജ്യങ്ങളിൽ അടക്കം പിഞ്ചു കുഞ്ഞുങ്ങളടക്കം കൂട്ടക്കുരുതിക്കിടയാകുന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇസ്ലാമിലെ സമരങ്ങളും പുതിയ കാലത്തെ അനുഭവിക്കുന്ന സമരങ്ങളും തമ്മിലുള്ള അതിന്റെ അന്തരം എത്ര വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. പുതിയ കാലത്തെ ഇസ്ലാമിസ്റ്റുകളെ നവ ഇസ്ലാമിസ്റ്റുകളിൽ നിന്ന് ഒരിക്കലും ഇസ്ലാമിനെ പഠിക്കാൻ കഴിയില്ല. നവ ഇസ്ലാമിസ്റ്റുകൾ നൽകുന്ന ഇസ്ലാമിക പാഠങ്ങളല്ല ഇസ്ലാമിന്റെ പാഠങ്ങൾ. നവ ഇസ്ലാമിസ്റ്റുകളിൽ നിന്ന് ഒരിക്കലും ഇസ്ലാമിനെ കണ്ടെത്താനും ഒരാൾക്കും സാധിക്കുകയില്ല. നവ ഇസ്ലാമിസ്റ്റുകൾ അവർ ആട്ടിൻ തോലണഞ്ഞ ചെന്നായ്ക്കളാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അവരൊരിക്കലും ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നില്ല. ഇസ്ലാമിന്റെ കൃത്യമായ ചരിത്രത്തിൽ അവബോധമില്ലായ്മ കൊണ്ടും ചരിത്രത്തെ കൃത്യമായി അവഹേളിക്കുന്ന രീതിയിലാണ് നവ ഇസ്ലാമിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അവരെ കൃത്യമായ ചരിത്രം മനസ്സിലാക്കി, ഇസ്ലാമിന്റെ സമരമുഖത്തെ ചരിത്രങ്ങളെ കൃത്യമായി മനസ്സിലാക്കി, ഇസ്ലാം നൽകുന്ന നീതി സമരങ്ങളെക്കുറിച്ച് ബോധ്യപ്പെട്ടുകൊണ്ടാവണം ഇസ്ലാമിനെ കുറിച്ച് പഠിക്കേണ്ടത്. ഇസ്ലാമിലെ സമരങ്ങളെ കുറിച്ച് വല്ലാണ്ട് വേവലാതിപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ ആളുകൾക്ക് മുമ്പിൽ ഇസ്ലാമിലെ സമരങ്ങളും ഈ നടന്ന 1-ാം ലോക മഹായുദ്ധവും 2-ാം ലോക മഹായുദ്ധവും ലോകത്ത് ഏറ്റവും വലിയ യുദ്ധങ്ങളാണ്. ഈ 1-ാം ലോക മഹായുദ്ധത്തിലും 2-ാം ലോക മഹായുദ്ധത്തിലൊക്കെ മരിച്ചു വീണ ദശലക്ഷക്കണക്കിന് ആളുകൾ, ഇസ്ലാമിനെതിരെ ഏറ്റവും കൂടുതൽ പ്രതിയോഗികൾ ആയുധമാക്കി എടുത്തുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിലെ സമരങ്ങളെയാണല്ലോ.
ഇസ്ലാമിലെ പോരാട്ടങ്ങളെയാണ്. ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും ലോകത്ത് വരുത്തിവെച്ച കെടുതികളെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഇസ്ലാമിക സമരങ്ങളിലെ ആ സമരങ്ങളുടെ എന്തിനു വേണ്ടിയായിരുന്നു ആ സമരങ്ങൾ ഉണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലോകയുദ്ധങ്ങൾ ലോകത്ത് വരുത്തിവെച്ചത് അതിജീവിക്കാനാവാത്ത അത്രയും വലിയ, അതിനേക്കാളും മാരകമായ കാര്യങ്ങളായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. കണക്കുകൾ ഇങ്ങനെ പറയുന്നുണ്ട്, 90 ലക്ഷത്തിലധികം പോരാളികളും 70 ലക്ഷത്തിലധികം സാധാരണക്കാരും ഒന്നാം ലോക മഹായുദ്ധത്തിൽ വധിക്കപ്പെട്ടിട്ടുണ്ട്. 90 ലക്ഷത്തിലധികം പോരാളികൾ, പട്ടാളക്കാർ, 70 ലക്ഷത്തിലധികം സാധാരണക്കാരും ഒന്നാം ലോക മഹായുദ്ധത്തിൽ മാത്രം മരിച്ചു വീണിട്ടുണ്ട്. മാനവരാശി കണ്ട ഏറ്റവും വലിയ യുദ്ധം രണ്ടാം ലോക മഹായുദ്ധമായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കണക്ക്, അന്ന് ആ യുദ്ധത്തിൽ മരിച്ചു വീണവരുടെ എണ്ണം ഇങ്ങനെയാണ് പറയുന്നത്: 72 ദശലക്ഷം പേർക്ക് 72 ദശലക്ഷം പേർക്ക് ജീവഹാനി സംഭവിച്ച യുദ്ധമായിരുന്നു രണ്ടാം ലോക മഹായുദ്ധം. പലർക്കും ഭൂമി നഷ്ടപ്പെട്ടു, പലർക്കും സമ്പദ്ഘടനയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് രണ്ടാം ലോക മഹായുദ്ധം, ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും കഴിഞ്ഞപ്പോഴേക്കും ലോകത്തുണ്ടായത്. എന്നാൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിട്ട് പങ്കെടുത്തതും പങ്കെടുക്കാത്തതുമായ ഇസ്ലാമിക ചരിത്രത്തിലുള്ള യുദ്ധങ്ങളിൽ ആകെ ശത്രുപക്ഷത്ത് നിന്ന് മാത്രം മരിച്ചുപോയത് 1000-ഓളം വരുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ. 1ഉം 2ഉം ലോക മഹായുദ്ധങ്ങൾ നടന്നപ്പോഴേക്കിനും ലക്ഷക്കണക്കിന് ആളുകൾ കൂട്ടക്കുരുതിക്ക് ഇരയായിട്ടുണ്ട് എങ്കിൽ ഇസ്ലാമിക യുദ്ധത്തിൽ ഇസ്ലാമിക ചരിത്രത്തിലുള്ള സമരങ്ങളിൽ ആകെ പൊലിഞ്ഞു വീണ ശത്രുവിന്റെ എണ്ണം 1000-ഓളം മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. ഇതിൽ നിന്ന് നമുക്ക് എന്തു മനസ്സിലാകുന്നു? മനുഷ്യരെ കുരുതി വരുത്തലോ ആക്രമിക്കലോ ഒന്നുമല്ല ഈ സമരങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടായിരുന്ന ലക്ഷ്യം. മറിച്ച് സമാധാനപരമായ നീതിപൂർവമായ സമരങ്ങൾ നയിക്കുകയും അതിലൂടെ സത്യമാർഗ പ്രചാരണത്തിനാവശ്യമായ സാഹചര്യങ്ങളെ കണ്ടെത്തലും മാത്രമായിരുന്നു ഈ സമരങ്ങളിലൂടെയൊക്കെ നടത്തിയിരുന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ഈ കണക്ക്, ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും കഴിഞ്ഞപ്പോൾ ലോകത്ത് ദശലക്ഷക്കണക്കിന് ആളുകൾ, നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുത്തവരും സാധാരണക്കാരും അടക്കമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു വീണിട്ടുണ്ട് എങ്കിൽ ഇസ്ലാം പറഞ്ഞിട്ടുള്ള ഈ 1000-ഓളം വരുന്ന ശത്രുപക്ഷത്ത് നിന്ന് 1000-ഓളം വരുന്ന ആളുകൾ മാത്രമേ മരിച്ചു വീണിട്ടുള്ളൂ എന്ന കണക്ക് വെച്ച് ഈ കണക്കുകളിലുള്ള അത്ഭുതം മനസ്സിലാക്കി ഇസ്ലാമിലെ നീതിയെക്കുറിച്ചും ഇസ്ലാം നിഷ്കർഷിക്കുന്ന ആശയങ്ങളെക്കുറിച്ച് പഠിക്കുകയും ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിലെ സമരങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അഡ്വൈസ്, ഒരു ഉപദേശം, ഒരിക്കലും നിങ്ങൾ പ്രതികാരമായിട്ട് ഈ സമരം ചെയ്യരുത്, യുദ്ധം ചെയ്യരുത്. നിങ്ങളുടെ ശത്രുപക്ഷത്തുള്ള ആളുകളോട് പ്രതികാരം തീർക്കാൻ വേണ്ടി നിങ്ങൾ ഒരിക്കലും യുദ്ധം ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നിങ്ങൾ ചതിപ്രയോഗത്തിലൂടെ ശത്രുവിനെ പരാജയപ്പെടുത്താനും പാടില്ല. ബന്ദികളോട് നീതി പുലർത്തണമെന്ന് ഇസ്ലാം പറയുന്നു. ബന്ദികളായിട്ടുള്ള ആളുകളോട് പോലും, യുദ്ധത്തിൽ പിടിക്കപ്പെട്ട ആളുകളോട് പോലും നീതി പുലർത്തണമെന്നാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. 1187 ഖുദ്സ് യുദ്ധവേളയിൽ മഹാനായ സ്വലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ നടത്തിയ ഒരു സാരോപദേശമുണ്ട്. ദരിദ്രരായ ആളുകൾ, കുരിശുയുദ്ധത്തിൽ ദരിദ്രരായ ആളുകൾ, പാവപ്പെട്ട ആളുകൾ, അതുപോലെ വിധവകൾ തുടങ്ങിയവർക്കൊക്കെ സഹായം ചെയ്തു കൊടുക്കണമെന്ന് അവിടുന്ന് ആഹ്വാനം ചെയ്യുകയുണ്ടായി. മാത്രവുമല്ല, കുടുംബങ്ങളിലേക്ക് തടവുകാരായി പിടിക്കപ്പെട്ട ആളുകളെയൊക്കെ കുടുംബങ്ങളിലേക്ക് വിട്ടയച്ചിട്ടുണ്ട്. ഇസ്ലാമിന്റെ നീതിബോധം എത്ര വലുതാണ്! ഇസ്ലാം സമരരംഗങ്ങളിൽ പോലും കാണിക്കുന്ന നീതിയുടെ, മനുഷ്യത്വത്തിന്റെ ആ വലിയ പാഠങ്ങളെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇസ്ലാമിലെ സമരങ്ങൾ ഒരിക്കലും
രക്തച്ചൊരിച്ചിലുകൾക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നില്ല എന്ന് നിരവധി സന്ധികളിലൂടെ, പ്രശസ്തമായ ഹുദൈബിയ സന്ധിയിലടക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാമിലെ സർവോന്മുഖ മേഖലയിലെയും നീതിയെക്കുറിച്ച് നാം വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. സാമ്പത്തികമാണെങ്കിലും കുടുംബപരമാണെങ്കിലും മറ്റു ഏതെല്ലാം മനുഷ്യനുമായി ഇടപെടുന്ന ഏതെല്ലാം മേഖലകളുണ്ടോ ആ മേഖലയിലെല്ലാം ഇസ്ലാം വളരെ നീതിയുക്തമായി മാത്രമേ മനുഷ്യനെ സമീപിക്കുന്നുള്ളൂ. സമരരംഗങ്ങളിലും യുദ്ധരംഗങ്ങളിലും പ്രതിയോഗവേളകളിലും എല്ലാം ഇസ്ലാം പറയുന്ന നീതിക്കപ്പുറം, നീതിയുടെ അടുത്തേക്ക് മറ്റൊരു പ്രത്യയ ശാസ്ത്രത്തിനോ മറ്റൊരു ആശയങ്ങൾക്കോ ചെന്നെത്താൻ സാധിക്കുന്നില്ല എന്ന് ചരിത്രങ്ങളിലൂടെ, ഇസ്ലാമിക അധ്യാപനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അല്ലാഹു തആല നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. ഇസ്ലാമിന്റെ സത്യമായ ആശയങ്ങളെ, ആദർശങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും അതനുസരിച്ച് പ്രയോഗവൽക്കരിക്കാനും, ഇസ്ലാമിനെ കൃത്യമായി മനസ്സിലാക്കാൻ, ഇസ്ലാമിലെ യഥാർത്ഥ സത്തയെ, ചരിത്രത്തെ കൃത്യമായി പഠിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല. شكرا يا ربي شكرا هديت قلبي شكرا نورت دربي.